പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, എന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് വിഷമത്തിലാക്കിയൊരു സംഭവം ഉണ്ടായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം 6:45. അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ബാ. അപ്പോഴത്തെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമ്മയോട് ചോദിക്കാം, അമ്മ എന്താണ് റെഡിയാക്കുന്നതെന്ന്. അമ്മേ, എന്താണ് റെഡിയാക്കുന്നത്? ഇടിയപ്പവും കിഴങ്ങുകറി. ഇടിയപ്പവും കിഴങ്ങുകറി. എനിക്ക് ഇടിയപ്പവും കിഴങ്ങുകറിയും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങൾ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞങ്ങൾ ഇനിയും അതുപോലുള്ള വെറൈറ്റി റെസിപ്പീസ് ചെയ്യണോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതലും ഇതുവരെ അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫുഡൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ അങ്ങനത്തെ ഫുഡ് ചെയ്യുന്നതിലൊരു കാര്യമുണ്ട്. കാരണം പണ്ടുള്ള ആൾക്കാർ അതുപോലുള്ള ഫുഡൊക്കെ ആയിരുന്നു റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അത് വെച്ച് നമുക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല, നമുക്ക് കൂടുതൽ ആയുസൊക്കെ ഉണ്ടാകത്തേ ഉള്ളൂ, അങ്ങനെ അസുഖങ്ങളൊന്നും വരത്തില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള റെസിപ്പീസ് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നതും. പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ആരെയും ഒരിക്കലും നിർബന്ധിക്കത്തില്ല ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറേ തവണ നിങ്ങൾ ആലോചിക്കുക, അതിനുശേഷം നിങ്ങൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനൊരു ഫുഡ് ഉണ്ടോ. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും ഞങ്ങൾ ആരും നിർബന്ധിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് മുന്നിൽ അത് കാണിച്ചു തരണമെന്ന് തോന്നി പുതിയ റെസിപ്പീസൊക്കെ. അപ്പോൾ അമ്മേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് ആദ്യം വ്യൂവേഴ്സിനോട് ചോദിക്കുന്നതിന് മുമ്പേ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. അമ്മ, കുറേ പേര് നമ്മളെ വീഡിയോസ് എടുത്ത് ട്രോള് ചെയ്യാറുണ്ട്. അപ്പം അവരോടൊക്കെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് നമ്മുടേതാണ് അവരെല്ലാം ഇട്ട് അനുകരിച്ച് കാണിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് സന്തോഷമുള്ള അങ്ങനെ ഇടുന്നത്, അവർക്ക് റീച്ച് ആയിക്കോളുമല്ലോ. അതെ. അച്ഛൻ എന്താ തോന്നുന്നേ? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ നമ്മളെ ട്രോൾ ചെയ്ത് അവരിടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ കുട്ടികളുമാണ് കാണുന്നത്, കൊച്ചു കുട്ടികളൊക്കെയാണ് കാണുന്നത്. അപ്പൊ ആ കൊച്ചു കുട്ടികൾ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അവരത് അനുകരിക്കരുത്. കാരണം നമ്മളുടെ നല്ല നല്ല കണ്ടന്റുകൾ അല്പസ്വല്പമൊക്കെ കോമഡിയൊക്കെ ആകാം, പക്ഷെ ഓവർ ആകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുള്ളൂ. കാരണം കുട്ടികളും മാതാപിതാക്കളും മറ്റ് എല്ലാവരും കാണുന്നൊരു വീഡിയോ ആണ്. അപ്പം അതൊരല്പം ഇച്ചിരി എരിവൊക്കെ കുറച്ച് ചെയ്യുന്നതാണ് എപ്പോഴും അഭികാമ്യം. അപ്പോൾ എനിക്ക് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളത്, ട്രോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരുപാട് മോശമായ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും കുഞ്ഞു മക്കളാണ്. അവർ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് ശരിക്കും വിഷമം തോന്നും. കുറേ കുഞ്ഞു പിള്ളേർ ഈ വീഡിയോസ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. അവരൊക്കെ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം അത്രത്തോളം എന്നെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ പോലും കുഞ്ഞു മക്കളാണ് വന്ന് കയ്യിൽ പിടിച്ചിട്ട് മോളെ മാളു എന്ന് വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നും. അമ്മ വിളിക്കുന്ന വിളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇങ്ങനെ ട്രോളി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ മോശമായിട്ട് കാണിക്കുമ്പോഴോ ഈ കുഞ്ഞു മക്കൾക്കൊക്കെയാണ് അത് കൂടുതലും വിഷമമാവുന്നത്. അവർ ഞങ്ങളോട് പറയാറുമുണ്ട് അത്. ഇപ്പം തന്നെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് കുഞ്ഞു മക്കൾ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ ട്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പോത്തില്ല, ഞങ്ങൾക്ക് മാളിച്ചേച്ചിയെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അപ്പം അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇതുപോലെ ട്രോൾ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കണ്ടിട്ട് വിഷമം തോന്നുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഒരു തോന്നി. കാരണം നമ്മൾക്ക് സോഷ്യൽ മീഡിയയെ പറ്റി അറിയാം, അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷേ ഈ കുഞ്ഞു മക്കൾ അത് വേറൊരു രീതിയിലാണ് എടുക്കുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഒരിക്കലും. അപ്പം ട്രോൾ വീഡിയോ ചെയ്തോ, പക്ഷേ നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഒരുപാട് മോശമാവാത്ത രീതിയിൽ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഈ ഫുഡുകൾ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്
ഒരിക്കലും ആരെയും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള റെസിപ്പീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ റെസിപ്പീസ് ചെയ്യാറുമുണ്ട്, ഞങ്ങൾ കഴിക്കാറുമുണ്ട്. പണ്ടുള്ള പ്രായമായവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളെ ട്രോളുക. അപ്പം ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട്, കാരണം നിങ്ങളതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന്. അതല്ലാതെ ഒന്നും അറിയാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ട്രോളുമ്പം നമുക്കതൊരു എന്താ വിഷമമല്ല, ഒരു എന്തോ പോലെ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, എന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് വിഷമത്തിലാക്കിയൊരു സംഭവം ഉണ്ടായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇതേ ഫീൽഡിൽ നിൽക്കുന്ന ഒരു പേജുകാർ ഞങ്ങളെ ട്രോളി ഒരു വീഡിയോ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കത് കണ്ടിട്ട് യാതൊരു വിഷമായിട്ട് അങ്ങനൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളതൊന്നും അങ്ങനെ ട്രോൾ വീഡിയോസ് ഒന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന കൂട്ടത്തിലല്ല. ഇവിടെ ആരും അങ്ങനെ എടുക്കാറില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ നല്ല വ്യൂവേഴ്സ് ഉണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർ ആ വീഡിയോയ്ക്ക് താഴെ ചെന്നിട്ട് കമൻ്റ് ഇട്ട് അവരോട് അടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വിഷമം തോന്നി. ഞങ്ങളിതെങ്ങനെയാണ് കാണാനിടയായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ പറ്റി ആരും വീഡിയോ ചെയ്താലും ഞങ്ങൾ കയറി നോക്കാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് അറിയണമല്ലോ, നമുക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയണം. വ്യൂവേഴ്സ് എങ്ങനെയാണ് ഞങ്ങളോട്, എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞങ്ങൾ വരുന്ന ട്രോൾ വീഡിയോസിൻ്റെയൊക്കെ കമൻസ്, എല്ലാ കമൻസും ഞങ്ങൾ വായിക്കാറുണ്ട്. ഞങ്ങളിവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്. അതൊന്നും ഞങ്ങൾക്കൊരു വിഷമമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കി. കാരണം നമ്മുടെ ഒരു വ്യൂവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയാണ്. അവരെ അങ്ങനെ ട്രോളല്ല എന്നൊക്കെ പറഞ്ഞ്, അവർ നല്ല രീതിയിലല്ലേ വീഡിയോസ് ചെയ്യുന്നത്, പുതിയ റെസിപ്പീസ് അല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കുകയാണ്. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി. എന്തിനാണ് അങ്ങനെ? അവർ ചെയ്തോട്ടെ, അവർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ചിലപ്പം അവരുടെ ചാനലിൽ ഞങ്ങളുടെ ആ ഒരു വീഡിയോ കൊണ്ട് നല്ല റീച്ച് കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അത് ഞങ്ങൾക്കതൊരു സന്തോഷമുള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നമില്ല. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിനോടാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാരണവശാലും അവിടെ പോയി വഴക്കുണ്ടാക്കുകയോ കമൻസിന് റിപ്ലൈ കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവർ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ട്രോൾ വീഡിയോ ചെയ്യുമ്പോൾ വൾഗറായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ആരെയും ട്രോൾ ചെയ്യാതിരിക്കുക. അത് എന്നെ മാത്രമല്ല, ആരെയും ചെയ്യാതിരിക്കുക. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പം അത് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. പക്ഷേ മറ്റൊരാൾക്ക് അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് ഉള്ളുകൊണ്ട് ഭയങ്കരമായ വിഷമം ഉണ്ടായെന്ന് വരും. അപ്പം അതിന് നിങ്ങളായിട്ട് വെറുതെ ഒരു കാരണമാകരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഞങ്ങളെ ട്രോള് ചെയ്യുന്നവർ കുഞ്ഞു മക്കളുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അവർ ഈ വീഡിയോ ചെയ്തിട്ട് അമ്മമാർ ഞങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇൻബോക്സിൽ വന്നിട്ട് പറയാം, മാളി ചേച്ചിയോട് സംസാരിക്കണം, കാണണം, ഇങ്ങനെല്ലാം പറയാറുണ്ട്. സന്തോഷമുണ്ട്. എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരോടും. അപ്പോൾ ഇടിയപ്പം എന്ത് കാണും? അമ്മ പോയി. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ വരട്ടെ, നമുക്ക് ഇടിയപ്പം എന്തോ നോക്കാം. അപ്പൊ അമ്മ എത്തിയിട്ടുണ്ട്. അമ്മേ, ഇടിയപ്പം എന്തോ? എനിക്ക് വിശക്കുന്നു. നോക്കാം. അപ്പൊ ഇടിയപ്പം ഒക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇടിയപ്പവും കഴിഞ്ഞാലൊക്കെ കൂടി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വെന്തു. എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പം നിങ്ങളോട് വേറെ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസറുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ. അമ്മ, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. കഴിച്ചു കഴിയുമ്പോ ഇതിന്റെ നൂല കഴിച്ചു തരണം കേട്ടാ. ഞാനും പറഞ്ഞിട്ട് കഴിച്ചു വന്നിട്ടില്ല, കഴിച്ചു വന്നിരിക്കണം. അല്ലെങ്കിൽ ഇനി ഇടിയപ്പം ഈ വീട്ടിൽ ഉണ്ടാക്കത്തില്ല. ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഇടിയപ്പത്തിന്റെ നൂലടിക്കുന്ന കാര്യം പറയുമ്പോഴേ
അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അമ്മ ഇപ്പോൾ ആ ഒരു കാര്യം പറയാനുണ്ടായ ഒരു കാരണം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ആദ്യമൊക്കെ ഉള്ള ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുക അത് എന്താണെന്നുള്ളത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ടാറ്റാ.